ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി വിശേഷമാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ അനാമികയുടെയും അനിയുടെയും വിവാഹത്തിൻ്റെ അവസാന നിമിഷം വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചടങ്ങുകൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് അനാമികയെ വിവാഹം കഴിക്കാൻ അനി പോകുന്നു, സ്വീകരിച്ചകത്തേക്ക് കയറ്റുന്നതും ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ നന്ദുവിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. നന്ദുവിൻ്റെ പിടി വിട്ടു പോവുകയാണ്. നന്ദു ആകെപ്പാടെ വിഷമിച്ച് നന്ദുവിൻ്റെ കൺട്രോൾ എല്ലാം പോയിട്ട് നന്ദു അവിടെ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട്. അങ്ങനെ നടന്ന് വന്നിട്ട് നന്ദു ഒരു പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ചാടാനായിട്ട് നോക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് ചാടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. നോക്കുമ്പോഴേക്കും അതുപോലെ നന്ദുവിന് വിഷമമായിട്ടാണ് നന്ദു അവിടെ നിന്ന് പോരുന്നത്. അതേസമയം കല്യാണ മണ്ഡപത്തിലും വേറെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അനാമികയുടെ കുടുംബത്തിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരികയാണ് കേട്ടോ. ഉപേന്ദ്രൻ അവിടെ എത്തുകയും ഉപേന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുകയും ആ വിവാഹത്തിന് മുമ്പ് തന്നെ ആ സദസ്സിലുള്ള എല്ലാവരും ഈ കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം പിന്നെ വേറൊരു ടെസ്റ്റ് കൂടിയുണ്ട് കേട്ടോ. നന്ദു ആത്മഹത്യ ചെയ്യാനായിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് കല്യാണത്തിനായിട്ട് എത്തുകയാണ്. ഇത്രയും സമയം ഹോസ്പിറ്റലിൽ നിന്ന് വിടാതിരിക്കുകയായിരുന്നു മുത്തശ്ശനെ കേട്ടോ. ഏതായാലും വിവാഹത്തിനെങ്കിലും മുത്തശ്ശൻ എത്തുമെന്നൊക്കെ പറഞ്ഞെങ്കിലും വിവാഹത്തിനും മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നില്ല എന്ന് ആദർശ് പറഞ്ഞത്. പക്ഷേ ഈ സമയവും അനാമികയുടെ കുടുംബക്കാരെ കള്ളത്തരവും നന്ദു അനിയും തമ്മിലുള്ള ബന്ധമൊക്കെ മുത്തശ്ശൻ അറിയുകയാണ്. അപ്പോൾ ഇതറിഞ്ഞു കഴിയുമ്പോൾ ഈ വിവാഹം അനിയുടെയും അനാമികയുടെയും വിവാഹം നടക്കുന്നതിലെ തെറ്റ് ഉണ്ട് എന്ന് മുത്തശ്ശന് മനസ്സിലാവുകയാണ്. അങ്ങനെ എന്തായാലും മണ്ഡപത്തിലെത്തി ആ വിവാഹം വേണ്ടെന്ന് വെച്ച് നന്ദുവിനെ അനിയൻ തമ്മിൽ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള ഒറ്റ വിചാരത്തിൽ മുത്തശ്ശൻ പോരുമ്പോഴാണ് വഴിയിൽ വെച്ച് നന്ദു ആത്മഹത്യ ചെയ്യാൻ കയറി നിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ മുത്തശ്ശൻ വണ്ടി അവിടെ നിർത്താൻ പറയുന്നു, ഇറങ്ങി ചെല്ലുന്നു, നന്ദുവിനെ വിളിക്കുന്നു. ചാടാൻ പോകുന്ന നിമിഷത്തിലാണ് ഈ പുറകിൽ നിന്നുള്ള ഈ വിളി. അങ്ങനെ നന്ദു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും നന്ദുവിനെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് അവിടെ ചെല്ലാം, അനിയും നീയുമായിട്ടുള്ള വിവാഹം തന്നെ നടക്കണം. കാരണം അനാമികയുടെ കുടുംബത്തിൽ കുറേ കള്ളത്തരങ്ങളുണ്ട്, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഒരിക്കലും ആ വിവാഹം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നന്ദുവിനെ വിളിച്ച് വണ്ടിയിൽ കയറ്റുകയാണ്. വണ്ടിയിൽ കയറ്റി മുത്തശ്ശൻ നന്ദുവുമായിട്ട് വിവാഹ മണ്ഡപത്തിലേക്ക് എത്തുകയാണ്. ഈ സമയം അനാമികയെ താലി ചാർത്താനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അനി. ആ സമയത്താണ് വരുന്നത്. മനസ്സില്ലാ മനസ്സോടെയാണ് അനി ഇരിക്കുന്നത്. അപ്പോൾ നന്ദുവുമായിട്ട് മുത്തശ്ശൻ നന്ദുവിൻ്റെ കൈയും പിടിച്ച് വരുന്നത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. അനാമികയ്ക്ക് കംപ്ലീറ്റ് എല്ലാം തീർന്നെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. അവിടെ ഒരു ട്വിസ്റ്റും സംഭവിക്കത്തില്ല. നന്ദുവിനെ തന്നെ അനി വിവാഹം കഴിക്കാനാണ് സാധ്യതയുള്ളതെന്ന് മുത്തശ്ശൻ പറയും. നന്ദുവിനെ വിവാഹം കഴിക്കണം എന്ന് അനിയോട് പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉപേന്ദ്രൻ എല്ലാ പ്രശ്നങ്ങളും മുത്തശ്ശനോട് പറയുകയും അങ്ങനെ അനാമികയും കുടുംബം അവിടെ നിന്ന് നാണം കെട്ട് പോവുകയും നന്ദുവിനെ അനി വിവാഹം കഴിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാം മംഗളമായിട്ട് പോകും. പിന്നെ അനാമിക ഈ ശത്രുതയൊക്കെ വെച്ചുകൊണ്ട് നടക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബാക്കി കഥയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്